കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ 23-കാരൻ നന്ദകുമാർ, നന്ദന്റെ പെൺസുഹൃത്ത് 20-കാരി ആസിയ, ആ രണ്ടുപേരും ഇന്ന് ജീവനോടെയില്ല. കോട്ടയം ശാസ്ത്രി റോഡിലെ ഹോട്ടൽ മുറിയിൽ ഫാനിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ നന്ദകുമാറും ആസിയയും ആഗ്രഹിച്ചിരുന്നു. വീട്ടുകാർ സമ്മതിച്ചില്ല. ഇതോടെയാണ് ഒന്നിച്ചു മരിക്കാൻ ആ രണ്ടുപേരും തീരുമാനിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് കോട്ടയം വെസ്റ്റ് പോലീസ്. കോട്ടയം നഗരമധ്യത്തിലെ ശാസ്ത്രി റോഡിലെ ഹോട്ടൽ. നന്ദകുമാറും പെൺസുഹൃത്ത് ആസിയയും ഇവിടെ മുറിയെടുക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട്. ഇന്നലെ രാത്രിയായിട്ടും മുറി തുറക്കാതെ വന്നതോടെ ഹോട്ടൽ ജീവനക്കാർക്ക് സംശയമായി. മുറി തുറന്ന് അകത്തു കയറിയപ്പോൾ കാണുന്നത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ നന്ദകുമാറും ആസിയയും. കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഒന്നിച്ച് ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കുന്നില്ലെന്നും അതിനാൽ ഒന്നിച്ചു മരിക്കാൻ തീരുമാനിച്ചെന്നും അതിൽ എഴുതിയിരുന്നു നന്ദകുമാറും ആസിയയും. വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം വീട്ടുകാർ നിരസിച്ചതോടെയാണ് രണ്ടുപേരും കഴിഞ്ഞ ദിവസം വീട് വിട്ടിറങ്ങി ശാസ്ത്രി റോഡിലെ ഹോട്ടലിൽ മുറിയെടുത്തതും ജീവനൊടുക്കിയതും. മുമ്പും ഇരുവരും ഒന്നിച്ച് വീട് വിട്ടുപോയിരുന്നു. അന്ന് ബന്ധുക്കൾ പിന്നാലെയെത്തി നന്ദകുമാറിനെയും ആസിയയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കോട്ടയം വെസ്റ്റ് പോലീസ് ഇരുവരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഏഷ്യനെറ്റ് ന്യൂസ്.